എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നൊരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ് ഈ സേമിയ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് ഞാനൊരു സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സേമിയ ഉപ്മാവാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സേമിയ ഉപ്മാവ് തയ്യാറാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഉപ്മാവ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിൽ ഈ വെള്ളത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതല്ല സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതേ ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് 200 ഗ്രാം റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വറുത്തെടുക്കാത്ത സേമിയ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തപ്പോൾ തന്നെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ സേമിയ ഒന്ന് വാർത്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായി കിട്ടിയപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് നടു പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കഷ്ണങ്ങളാക്കിയെടുത്ത് അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. ഒരു കയ്യിൽ കൊള്ളാവുന്നത്ര കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 സവാള നീളത്തിൽ നുറുക്കിയെടുത്തതാണ്. അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. വലിയ സവാളയാണെങ്കിലാണ് 3 എണ്ണം എടുക്കേണ്ടത്. ചെറിയ സവാളയാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. സേമിയ ഉപ്മാവിൽ എപ്പോഴും സവാള കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഒരു മഞ്ഞ കളറിലുള്ള ഉപ്മാവാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള സേമിയയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. സേമിയ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് ഊർത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം പോവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ മിക്സ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഇനി കുക്ക് ചെയ്യണമെന്നും വേണ്ട. കറക്റ്റായിട്ട് നമ്മുടെ ഉപ്മാവ് റെഡിയാവാറായിട്ടുണ്ട്. ഇനി ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമേ വേണ്ടൂ. ഇതൊന്ന് നന്നായി ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇങ്ങനെ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക, നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. ഇനി നമുക്ക് ഈ സേമിയ ഉപ്മാവ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ ഈസി സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.